ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. എങ്ങനെയാണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നാവ് കൊണ്ട് പറയുന്നത്? നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളെയാണ് നീ കുടിയിരുത്തിയിരിക്കുന്നത്. പ്രയാസങ്ങൾ ഉണ്ടായാൽ നീ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടല്ല, നീ ബലമേൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിലല്ല, നീ സത്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പേരിലല്ല, നീ ആരാധിക്കുന്ന ഇബാദത്തുകളിൽ പലതും അള്ളാഹു അല്ലാത്തവർക്കാണ് നൽകുന്നത്. ഖബറുകൾക്കും നബിമാർക്കും അലിയ്യകൾക്കും മുൻപിലാണ് ആരാധനകളുമായി നീ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇരിക്കെ കാര്യം അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉപകാരപ്പെടുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് അറിയിക്കുന്ന തൗഹീദ് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് 1000 തവണ നീ ഉച്ചരിക്കുന്നുണ്ട് എങ്കിലും അതിന് അനുയോജ്യമായ പ്രവർത്തനവും വിശ്വാസവും നിന്റെ ഹൃദയത്തിലില്ല എങ്കിൽ, തൗഹീദ് നിന്റെ ജീവിതത്തിൽ നീ പാലിക്കുന്നില്ല എങ്കിൽ, അല്ലാഹു അല്ലാത്തവരെ നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹു അല്ലാത്തവരോട് നീ സഹായം തേടുന്നുണ്ട് എങ്കിൽ, 1000 തവണ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉച്ചരിച്ചാലും അള്ളാഹുവിന്റെ അരികിൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞിട്ട് പിന്നെ അവന് തോന്നിയതുപോലെ ജീവിച്ചാൽ, ശിർക്ക് ചെയ്താൽ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ, സഹോദര, എങ്ങനെയാണ് ഈ വാക്ക് നിനക്ക് ഉപകാരപ്പെടുക? എങ്ങനെയാണ് ഇത് നിനക്ക് പരലോകത്ത് രക്ഷയായി തീരുക? ആ വാക്കിൽ പറയുന്ന ആ അടിസ്ഥാനം നിന്റെ ജീവിതം കൊണ്ട് നീ തകർത്തെറിയുകയാണ് എങ്കിൽ, അല്ലാഹു അല്ലാത്ത അനേകം ഇലാഹുകളെ നീ നിന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിട്ടുണ്ട് എങ്കിൽ, എങ്ങനെയാണ് സഹോദര ഈ വാക്ക് നിനക്ക് ഉപകാരപ്പെടുക?